ഇപ്പോൾ CPM-ൽ സമ്മേളന കാലമാണ്. അപ്പോൾ വലിയ നിര നേതാക്കളെ അവർ ഈ സമ്മേളനങ്ങളിലൂടെയാണല്ലോ പുതിയ നേതാക്കളെ ജനങ്ങൾക്കിടയിലേക്ക് അവതരിപ്പിക്കാനുള്ള ഒരു അവസരമാണ് CPM-ൽ സമ്മേളനകാലം, ഓരോ സമ്മേളനകാലവും. അത്തരത്തിൽ പക്ഷേ ഇപ്പോൾ ഈ അടിത്തറയിൽ ലോക്കൽ കമ്മിറ്റി അതോടൊപ്പം തന്നെ ബ്രാഞ്ച് കമ്മിറ്റിയിലൊന്നും പുതിയ യുവാക്കൾ കടന്നു വരുന്നില്ല എന്നൊരു വിമർശനം പല പാർട്ടി കമ്മിറ്റികളിലും ഉയർന്നു വരുന്നുണ്ട്. ആ സമ്മേളന കാലയളവിൽ തന്നെ ചർച്ചയാവുകയാണ്. എന്തുകൊണ്ടായിരിക്കാം യുവാക്കൾ ഇപ്പോൾ പൊതുവെ CPM മാത്രമല്ല, കോൺഗ്രസിലായാലും BJP-യിലായാലും ഇതാണ് അവസ്ഥ. പുതിയ യുവാക്കൾ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരാൻ ഒരു വിമുഖത കാണിക്കുന്നു, ഒരു മടി കാണിക്കുന്നുണ്ട്. അതെന്തായിരിക്കും അതിനുള്ള കാരണം? നമ്മുടെ ഈ ജനാധിപത്യ ക്രമത്തിൽ ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ സ്ഥാനമുണ്ട്. അതായത് നമ്മുടെ ജനാധിപത്യം എക്സസൈസ് ചെയ്യുവാൻ അവർ തിരഞ്ഞെടുക്കുന്ന ഒരു ടൂളായിട്ടാണ് ഇത്. ജനാധിപത്യം എക്സസൈസ് ചെയ്യുവാൻ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു ടൂളാണ് യഥാർത്ഥത്തിൽ ഈ രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറയുന്നത്. അപ്പോൾ പല രാഷ്ട്രീയ പാർട്ടികൾക്കും പല ഐഡിയോളജികളിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളാണ്. അവരുടെ നയങ്ങളും പരിപാടികളും എല്ലാം വ്യത്യസ്തമാണ്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തിലാവട്ടെ, കേരളത്തിലെ രാഷ്ട്രീയത്തിലാവട്ടെ, സ്ഥിതിഗതികൾ മാറി മറിഞ്ഞു വരികയാണ്. ഇപ്പോൾ ലോകമാകമാനം തന്നെ ഈ രാഷ്ട്രീയത്തിലേക്ക് ഒരു സ്വേച്ഛാധിപത്യ ഏകാധിപത്യ മനോഭാവം കടന്നു വരുന്നു എന്ന് പറയുന്ന ഒരു ആഗോള വീക്ഷണത്തിൽ ഇതിനെ കാണുന്നവരുണ്ട്, രാഷ്ട്രീയം കൃത്യമായി നിരീക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നവർ. ഇപ്പോൾ അമേരിക്കയിൽ തന്നെ ഡൊണാൾഡ് ട്രംപ് വിജയിക്കുന്നു എന്ന് വെച്ചാൽ ഒരു ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ അധിപനായ ഒരു ട്രംപ്, അതായത് സ്വേച്ഛാധിപത്യ മനോഭാവത്തോടെ മുൻകാലങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന അദ്ദേഹം വിജയിച്ചു വരുന്നു. അമേരിക്ക ജനാധിപത്യത്തിൻ്റെ ഒരു കളിത്തൊട്ടിലാണ്. ഇന്ത്യ പോലെ തന്നെ വലിയ ഒരു ജനാധിപത്യ രാജ്യമാണ് അമേരിക്ക. ഭരണഘടന ഉള്ള ഒരു ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായി വോട്ട് രേഖപ്പെടുത്തുന്ന ഭരണഘടനയുള്ള ഒരു രാജ്യമാണ് അമേരിക്ക. അപ്പോൾ ഈ രാജ്യങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ ജനാധിപത്യം, ഇന്ത്യയിലെ ജനാധിപത്യ ക്രമം എടുത്താൽ ഇന്ത്യയിൽ ഇപ്പോൾ 3 തവണയായി മോദി സർക്കാർ ജയിച്ചു വരികയാണ്. അവരുടെ ഇപ്പോൾ 2 തവണ മൃഗീയ ഭൂരിപക്ഷത്തിൽ ജയിച്ചെങ്കിൽ ഇപ്പോൾ അതൊരു മുന്നണി സംവിധാനത്തിൻ്റെ ഭാഗമായി അവരുടെ അധികാരപരിധി, BJP-യുടെ അധികാരപരിധി ചുരുങ്ങുകയും മുന്നണി സംവിധാനത്തെ ചില കക്ഷികളെ കൂട്ടിയിണക്കിയുള്ള ഭരണത്തിലേക്ക് അത് മാറുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ നോക്കിയാൽ പരമ്പരാഗതമായി 2 മുന്നണികളാണ്, UDF-ഉം LDF-ഉം മാറി മാറി ഭരിക്കുന്നു. അത് ഏതാണ്ട് 1957 മുതൽ പാർട്ടികളെ ആശ്രയിച്ചുള്ള ഭരണമായിരുന്നു. പിന്നീട് അത് ഇങ്ങോട്ട് വന്ന് അത് മുന്നണി സംവിധാനത്തിലേക്ക് മാറുകയും ചെയ്തു. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇടത് വലത് മുന്നണികൾ രൂപീകരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയം മാറി മറിഞ്ഞു വരികയും ചെയ്തു. ഇപ്പോൾ നിലവിലെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ എന്ന് പറയുന്നത് ഒരു വെൽഫെയർ സ്റ്റേറ്റിൻ്റെ ഒരു ഇതിലേക്ക് മാറി. അതായത് ഇപ്പോൾ ഫ്രീ ബീസ്, അതായത് ഇപ്പോൾ ക്ഷേമ പെൻഷൻ, ഇപ്പോൾ സൗജന്യ ബസ് യാത്ര, ഇപ്പോൾ വനിതകൾക്ക് ആനുകൂല്യങ്ങൾ, ഇപ്പോൾ പല സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ഡൽഹി മോഡലാണല്ലോ. അതെ, ഡൽഹി മോഡൽ. ഇപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ മഹാരാഷ്ട്ര സർക്കാർ സ്ത്രീകൾക്ക് ഒരു 1600 രൂപ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന പോലെ കോൺഗ്രസും അവരുടെ പ്രകടന പത്രികയിൽ അത്തരത്തിലുള്ള ഒരു വാഗ്ദാനം അവർ കൊണ്ടുവന്നിരുന്നു. പക്ഷെ ജനങ്ങൾ അതൊക്കെ തിരസ്കരിച്ചു. ജനങ്ങൾ BJP അല്ലെങ്കിൽ മഹായുതിയെ അധികാരമേൽപ്പിക്കുന്ന ഒരു അവസ്ഥയും കണ്ടു. നമ്മുടെ ഈ കേരള രാഷ്ട്രീയം എടുത്താൽ വലിയ തോതിലുള്ള ഒരു കൊഴിഞ്ഞുപോക്ക് അടിത്തട്ടിൽ, എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും പ്രവർത്തനം അടിത്തട്ടിൽ ജനങ്ങൾക്കിടയിലാണ്. അവരുടെ നയപരിപാടികൾ ചർച്ച ചെയ്യുകയും അതാത് കാലത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ അവർ രൂപീകരിക്കുന്ന നയങ്ങളും പരിപാടികളും ജനങ്ങളിലേക്ക് എത്തിക്കുന്ന അവരുടെ പ്രവർത്തകരാണ്, അടിത്തട്ടിലെ പ്രവർത്തകരാണ് ഇപ്പോഴും ഈ പരിപാടികളെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതിലൊരു നല്ല ശതമാനം യുവാക്കളുടെ പ്രാതിനിധ്യം മുൻകാലങ്ങളിലുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ, അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും നോക്കിയാൽ അറിയാം, ഒട്ടേറെ ചെറുപ്പക്കാർ അവരുടെ നേതൃനിരയിലേക്ക് കടന്നു വരികയും ഭയങ്കര സമരഭരിതമായ ഒരു കാലയളവിലൂടെ കേരളം പോകുന്ന ചരിത്രമൊക്കെ ഉണ്ട്. ഇപ്പോൾ 80-കൾ 90-കളിലൊക്കെ വലിയ വിദ്യാർത്ഥി സമരങ്ങൾ നടന്ന, അല്ലെങ്കിൽ രക്തരൂക്ഷിതമായ സമരങ്ങൾ നടന്ന ഒരു ചരിത്രം കേരളത്തിനുണ്ട്. പക്ഷേ അത് പിന്നീട് ഇങ്ങോട്ട് വന്ന് 2000-ന് ശേഷം ഇങ്ങോട്ട് വരുമ്പോൾ ആ സമരങ്ങളുടെ ഒരു ചരിത്രം കുറയുകയും യുവാക്കൾ പൊതുവെ താരതമ്യേന രാഷ്ട്രീയത്തോടെ ഒരു അവമതിപ്പ് കാണിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ഇത് മാറിയിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും നോക്കിയാൽ ഇപ്പോൾ മന്ത്രിയായിരിക്കുന്ന MP രാജേഷ് SFIയുടെ തീപ്പൊരി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന് DYFIയിൽ പ്രവർത്തിച്ച് വലിയ സമരങ്ങളിൽ പങ്കാളിയായി അയാൾ അദ്ദേഹം ഈ CPM-ൻ്റെ തലപ്പത്തേക്ക് എത്തുകയും അതേപോലെ തന്നെയാണ് മറ്റ് പാർട്ടികളിലുള്ള എല്ലാവരും. ഇപ്പോൾ വിഷ്ണുനാഥായാലും ഹൈബി ഈഡനായാലും ഇപ്പോൾ V മുരളീധരൻ
ABVP-യിലൂടെ വന്ന ഒരു നേതാവാണ് വി മുരളീധരൻ. ഇന്ന് കേരളത്തിലെ എണ്ണം പറഞ്ഞ രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളാണ് അദ്ദേഹം. അപ്പോൾ ഷാഫി പറമ്പിൽ, അങ്ങനെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും യുവാക്കളെ വാർത്തെടുക്കുന്നതിൽ, അല്ലെങ്കിൽ അടുത്ത സെറ്റ് ഓഫ് ലീഡേഴ്സിനെ അവർ ഈ യുവാക്കളിൽ നിന്ന് പിക്ക് ആൻഡ് ചൂസ് ചെയ്ത് കണ്ടെത്തി അവരെ ഡെവലപ്പ് ചെയ്ത് അവരെ ഒരു ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരുന്നതിൽ എല്ലാവരും കൃത്യമായി ഈ രാഷ്ട്രീയ പാർട്ടികളിൽ അങ്ങനെ ഒരു പ്രോസസ്സ് നടന്നിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ കഴിഞ്ഞ കാലയളവിൽ വലിയ തോതിലുള്ള രാഷ്ട്രീയത്തോടുള്ള ഒരു അവമതിപ്പ് ഈ യുവാക്കൾക്കിടയിൽ ദൃശ്യമായിട്ടുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. കാരണം ഈ രാഷ്ട്രീയ പാർട്ടികളിലെ ഒരു അപജയം തന്നെയാണ് ഇതിന് കാരണം. നമ്മളിപ്പോൾ ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ട ഒരു കാഴ്ച, കോൺഗ്രസിൽ നിന്ന് സരിൻ CPM-ലേക്ക് വരുന്നു, BJP-യിൽ നിന്ന് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോകുന്നു. ഇപ്പോൾ വടക്കേ ഇന്ത്യൻ പൊളിറ്റിക്സിൽ സർവ്വസാധാരണമായ ഒരു കാഴ്ചയാണിത്. ഇപ്പോൾ നമ്മൾ പുറകോട്ട് സഞ്ചരിച്ചാൽ ഒരുപാട് പേർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കാലുമാറുകയും അല്ലെങ്കിൽ ഈ നിൽക്കുന്ന ഐഡിയോളജിയിൽ നിന്ന് മറ്റൊരു ഐഡിയോളജിയെ സ്വീകരിക്കുകയോ ഒക്കെ ചെയ്യാം. അതൊക്കെ എല്ലാവരുടെയും സ്വാതന്ത്ര്യമാണ്. അത് ആർക്ക് വേണമെങ്കിലും അങ്ങനെ ചെയ്യാം. പക്ഷേ ഇതിനൊരു കാലയളവുണ്ട്. ആ ഐഡിയോളജിയെ നമ്മൾ മനസ്സിൽ ഗ്രഹിച്ച് നമ്മളതിൻ്റെ ഭാഗമായി അതിനൊരു ഇൻക്യുബേഷൻ പീരീഡ് ഉണ്ട് കൃത്യമായും നമ്മൾ പറഞ്ഞാൽ. അപ്പോൾ അതൊന്നുമില്ലാതെ തന്നെ ഇപ്പോൾ പെരിഫറലായ ഉപരിപ്ലവമായ കുറേ കാര്യങ്ങൾ നിരത്തി, ഇപ്പോൾ സ്ഥാനാർത്ഥിത്വം കിട്ടുന്നില്ല, അല്ലെങ്കിൽ അവിടെ വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ല, സീറ്റ് നിഷേധിച്ചു, ഇപ്പം എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ വേദിയിലേക്ക് ക്ഷണിച്ചില്ല എന്നൊക്കെ പറയുന്ന ഒരു കാരണങ്ങളുടെ പേരിൽ വർഷങ്ങളോളം വിശ്വസിച്ചിരുന്ന ഒരു ഐഡിയോളജിയെ തിരസ്കരിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പാർട്ടി മാറുക, അത് ആ കാരണമാണ് പറയുന്നതെങ്കിൽ ഇപ്പോൾ പെരിഫറലായിട്ടുള്ള ഇപ്പോൾ ഇതിൻ്റെ ഈ സ്നേഹത്തിൻ്റെ കട തുറന്നു എന്നാണ്, സ്നേഹത്തിൻ്റെ കടയിലേക്ക് അദ്ദേഹം എത്തിയ എന്നാണ് സന്ദീപ് വാര്യർ പറയുന്നത്. സരിനാണെങ്കിൽ പറയുന്നത് ഇടതുപക്ഷ മനസ്സുള്ള ഞാൻ കൃത്യസ്ഥാനത്തെത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ രണ്ടുപേരും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയല്ല വന്ന ഈ സരിൻ തൻ്റെ ജോലി കളഞ്ഞിട്ടാണ് ഒരു രാഷ്ട്രീയത്തിലേക്ക് വരുന്നതും, അതേപോലെ സന്ദീപ് വാര്യർ ചാനൽ ചർച്ചയിലൂടെ വളരെ വേഗത്തിലായിരുന്നു BJP-യിലേക്ക് വളർച്ചയും. അപ്പോൾ അത് മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവരൊന്നും വിദ്യാർത്ഥി രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് വന്നതല്ലല്ലോ. അല്ല, സരിന് വിദ്യാർത്ഥിയായിരിക്കുന്ന കാലയളവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കാലയളവിൽ ഒരു രാഷ്ട്രീയം ഉണ്ടായിരുന്നു. അത് ഒരു പാർട്ടി ഇറസ്പെക്റ്റീവ് ഓഫ് പാർട്ടി, അതായത് ഒരു പാർട്ടിയിൽ ഒരു വിദ്യാർത്ഥി സംഘടനകളിലും പ്രവർത്തിക്കാതെ മറ്റൊരു സ്വതന്ത്ര സംഘടന രൂപീകരിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചെയർമാൻഷിപ്പിലേക്ക് വന്ന ഒരാളാണ് സരിൻ. അപ്പോൾ ഈ അന്ന് SFIയുടെ ആധിപത്യമായിരുന്നു അവിടെ. ആ SFIയുടെ ആധിപത്യം തകർത്തുകൊണ്ടാണ് സരിൻ അവിടെ വരുന്നത്. സന്ദീപ് വാര്യർ എൻ്റെ അറിവിൽ അദ്ദേഹം ഗൾഫിലായിരുന്നു കോളേജിൽ പഠിക്കുന്ന സമയത്ത്. ഇനി ABVP രാഷ്ട്രീയമുണ്ടോ എന്നുള്ളത് കൃത്യമായി എൻ്റെ അറിവിലില്ല. പക്ഷേ അദ്ദേഹം ഗൾഫിൽ നിന്ന് മടങ്ങിയെത്തുകയും അദ്ദേഹം പിന്നീട് സംഘപരിവാറുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ആ ഐഡിയോളജിയെ ഉൾക്കൊള്ളുകയും പിന്നീട് BJP-യുടെ നേതൃത്വത്തിലേക്ക് വരികയും സംസ്ഥാന വക്താവാകുകയും അങ്ങനെയാണ് സന്ദീപ് വാര്യരുടെ ഒരു രാഷ്ട്രീയ വളർച്ചയെ ഞാൻ കാണുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് ജനറലി ഈ പൊതുവിൽ നോക്കിയാൽ ഒരു ചെറുപ്പക്കാർക്ക് ഈ രാഷ്ട്രീയത്തോടുള്ള വലിയ തോതിലുള്ള അവമതിപ്പ്, അതായത് രാഷ്ട്രീയത്തിലെ ഒരു അപജയമായിരിക്കാം ഒരുപക്ഷെ ഇതിന് കാരണം. അതിന് മറ്റൊരു കാരണം എല്ലാവർക്കും സ്വന്തം താല്പര്യം വർദ്ധിച്ചതായിരിക്കും ഇപ്പോൾ. കാരണം ഈ രാഷ്ട്രീയത്തിൽ പോയി അടി വാങ്ങുന്നതിനേക്കാൾ നല്ലത് വിദേശത്ത് പോവുകയോ അതിലൂടെ വിദ്യാഭ്യാസം നേടുകയോ സ്വന്തം ജോലി നേടുക, കുടുംബത്തെ സംരക്ഷിക്കണം എന്ന ചില ചിന്തകൾ ഇപ്പോൾ യുവതലമുറയ്ക്കുണ്ടല്ലോ. അല്ല, അത്തരത്തിലുള്ള ചിന്തകൾ എല്ലാ കാലത്തുമുണ്ട്. അതിനെ നമുക്ക് വേറിട്ടൊന്നും കാണാനാവില്ല. അത്തരത്തിലുള്ള ചിന്തകൾ എല്ലാ കാലത്തും, ആ ചിന്തകളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഇവിടെ ഈ രാഷ്ട്രീയ പാർട്ടികളിലേക്ക് പ്രവർത്തിക്കാൻ യുവാക്കൾ കടന്നു വരികയും കോളേജ് കാലത്ത് ഒക്കെ വരികയും അവർ പ്രവർത്തിക്കുകയൊക്കെ ചെയ്തത്. പക്ഷേ ഇന്നത്തെ ഒരു മൂല്യച്യുതി രാഷ്ട്രീയത്തിന് ഉണ്ടായിരിക്കുന്നു. ആ മൂല്യച്യുതി മാറണമെങ്കിൽ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ തലപ്പത്തിരിക്കുന്നവർ കൃത്യമായ ആലോചനയോടെ രാഷ്ട്രീയത്തിൻ്റെ ഒരു അന്തസത്ത, ഒരു നല്ല അന്തസത്ത ഉൾക്കൊണ്ട് സമൂഹത്തിന് നന്മ ചെയ്യുന്ന രീതിയിലേക്ക് രാഷ്ട്രീയ പാർട്ടികളുടെ അടിത്തട്ടിലെ പ്രവർത്തനം മാറ്റണം. അത് ജനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയാവണം. അത്തരത്തിലുള്ള ഒരു കാര്യത്തിന് മാത്രമാവും ഇനി യുവാക്കളെ രാഷ്ട്രീയ പാർട്ടികളിലേക്ക് മടക്കി കൊണ്ടുവരാൻ സാധിക്കുക.